ചെന്നൈയിൻ എഫ് സിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇവിടെ റെലഗേഷൻ ബാറ്റിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കും മുഹമ്മദിനും വെടികൊടുക്കാൻ പിള്ളേരുണ്ട്. നിങ്ങളായിട്ട് അതിന് കെട്ടി എഴുന്നള്ളണ്ട. കിട്ടിയ 3 പോയിന്റ് മേടിച്ച് ഇന്റർസിറ്റി പിടിച്ചോ. ഇത് കര വേറെയാണ് മക്കളെ, നട്ടാ പിടിക്കത്തില്ല. സോറി ഗൈസ്, ഞാൻ ഇനി ഈ ഒരു ട്രാക്ക് പിടിച്ചാലൊന്ന് ശരിക്കും ആലോചിക്കുക. കാരണം കളീനെ കുറിച്ച് നമ്മൾ വന്ന് ഭയങ്കര വിശദീകരിച്ച് മറ്റേ വരെ ഇവിടെ വരച്ച് ഈ വരെ ഇവിടെ വരച്ച് ഭയങ്കര കാര്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും വലിയ ഗുണമില്ല. അതെനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിന് പ്ലെയർ റേറ്റിംഗ്സ് പറഞ്ഞ വീഡിയോയേ ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചാൽ എന്ത് റേറ്റിംഗ് കൊടുക്കാനാണ് ഈ ഒരു പെർഫോമൻസിന്, നിങ്ങൾ തന്നെ പറ. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് വെറുതെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്ന പോലെ ആയിപ്പോകും. കാര്യം നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറയുമെങ്കിലും ഈ വീണ്ടും വീണ്ടും ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. നിങ്ങൾക്കും കേൾക്കുമ്പോൾ മടുപ്പായിരിക്കും, എനിക്ക് ചെയ്യാനും നല്ല മടുപ്പാണ്. ഒരു പ്ലെയർ ഇങ്ങനെ മോശമായിട്ട് കളിച്ചു, അത് ഇത് ഈ പാസ് നന്നായില്ല, അത് ഭയങ്കര ടയറിങ് ആയിട്ടുള്ള പരിപാടിയാണ്. ശരിക്കും നല്ലൊരു പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനൊരു എക്സൈറ്റ്മെന്റ് എങ്കിലും ഉണ്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യാനാ, ഏത് പ്ലെയറിന് ഞാൻ എന്ത് റേറ്റിംഗ് കൊടുക്കാനാ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സെപ്റ്റ് ഫോർ 1 പ്ലെയർ എനിക്ക് തോന്നുന്നില്ല വേറെ ആരും എന്നെ ഈ മത്സരത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇമ്പ്രസ് ചെയ്തെന്ന്. തീർച്ചയായിട്ടും ചെന്നൈയിൽ നിന്നും ഈ സീസണിൽ ഇങ്ങനെ ഒരു ജയം ഈ മൊമെന്റിൽ അർഹിക്കുന്നുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. ബിക്കോസ് നമ്മളല്ല വേറെ ഏതെങ്കിലും ഒരു ടീമിനെയാണ് അവർ ഇന്ന് ഫേസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് 3 പോയിന്റ് കിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ വരുന്ന എല്ലാവർക്കും പോയിന്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചെന്നൈൻ്റെയും ഈ സീസണിലെ ആദ്യത്തെ ജയം. അങ്ങനെ അവർ റെലഗേഷൻ ബാറ്റിൽ നിന്ന് ഒന്ന് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് നമ്മുടെ കരുണ മൂലം. എന്തായാലും ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങളിലേക്ക് കിടക്കാം. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് ഫൺ സാധനങ്ങളൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ ആ അപ്രോച്ച് ആണല്ലോ നടക്കുകയുള്ളൂ. ആദ്യം തന്നെ ചെന്നൈയിൻ ഇത്രയും നല്ലോണം ബോൾ റിട്ടൈൻ ചെയ്യുന്ന ഒരു ടീമാണെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മത്സരം ഒഡീഷ ആയിട്ടുള്ളത് അവരെ ഞാൻ കണ്ടില്ല, പക്ഷെ അതിന് മുമ്പുള്ള 2 മാച്ചും ഞാൻ കണ്ടതാണ്. ഓബിയസ്ലി മുംബൈ സിറ്റി മോഹൻ ബഗാനും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടി ഒപ്പോസിഷൻ ആണ്. എന്നിരുന്നാലും അവർ നമുക്കെതിരെ വളരെ ഈസി ആയിട്ടാണ് ആ പൊസിഷൻ ആദ്യമൊക്കെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു എഫേർട്ടും ഇല്ല. നമ്മളൊരു പ്രസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ആ ബോൾ ഒന്ന് വിൻ ചെയ്യാൻ വേണ്ടി ഒരു ടാക്കിൾ ഇടുന്നോ ഒന്നുമില്ല. അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ബോൾ സർക്കുലേറ്റ് ചെയ്ത് സൈഡ് ബേസ് പാസ് ഒക്കെ കളിച്ച് ഇടയ്ക്കിടയ്ക്ക് നല്ല മൂവ്മെന്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ആ ഒരു തുടക്കത്തിൽ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടി കാണും. ഇത്രയും എളുപ്പമാണ് കാര്യമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഗോൾ ഇന്ന് അടിച്ചുകൂടെ എന്നുള്ളൊരു ഫീലിംഗ് ആ പ്ലേയേഴ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. ഈ സീസണിൽ ഒരിക്കലും ഇവർക്ക് ഇത്രയും ഒരു ഫ്രീഡം പിച്ചിൽ കിട്ടിയതായിട്ട് എനിക്കറിയില്ല. ഒഡീഷ ആയിട്ടുള്ള ആ മാച്ച് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലിങ്ങനെ സംഭവിച്ചിരുന്നോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ മാച്ചിൽ ചെന്നൈയിൻ ലീഡ് എടുത്തിരുന്നു. എൽ സീനിയോന്റെ ഒരു ഹെഡറിലൂടെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ കളി കണ്ടിട്ടേ ഇല്ല, പക്ഷെ ആ മത്സരത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം. ബിക്കോസ് എനിക്ക് ഇപ്പം തോന്നുന്ന അങ്ങനെ നടക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അവിടെ പൂട്ടിയും രോഹിത് കുമാറും ഒക്കെ ഉള്ള ഒരു മിഡ്ഫീൽഡ് ആണല്ലോ. അവർ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും 2-3 ടാക്കിളോ ചെയ്താനെ. നമ്മളാണെങ്കിൽ ഇതൊരുമാതിരി ഒരു ഗിയർ പോലും മാറാത്ത രീതിയിലാണ് തുടക്കത്തിലൊക്കെ കളിച്ചത്. വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു തുടക്കം തന്നെയായിരുന്നു. അതിൻ്റെ ഒടുവിൽ അവർ ആ ഒരു ഗോളും കണ്ടെത്തി. ഇമ്രാൻഖാന്റെ ഒരു ഡിഫ്ലക്ഷനിലൂടെ ഒരു ഗോള്. ആ ഒരു ഗോളൊക്കെ ശരിക്കും ഇമ്രാൻഖാൻ ഒരുപാട് കോൺഫിഡൻസ് നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെന്നൈയിലേക്ക് വന്നതിന് ശേഷം ഒരു പക്ഷേ നമ്മൾ ആ ജംഷഡ്പൂരിൽ കണ്ട ആ ഒരു ക്വാളിറ്റി ഒന്നും പുള്ളിക്ക് പുറത്തെടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു പെർഫോമൻസിൽ നമ്മുടെ കരുണയിൽ മിക്കവാറും ഇമ്രാൻഖാൻ ഒന്ന് കോൺഫിഡൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളെങ്കിലും നമ്മൾ ഇന്ന് ചെയ്തു എന്നുള്ള ഒരു സമാധാനമുണ്ട് ശരിക്കും ആലോചിക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ചെന്നൈയിനും നമ്മൾ തമ്മിൽ 24 മത്സരങ്ങൾ ISL കളിച്ചിരുന്നു. അതിൽ 9 എണ്ണം ഡ്രോ ആയിരുന്നു, 8 എണ്ണം നമ്മൾ ജയിച്ചിരുന്നു, 7 എണ്ണം അവർ ജയിച്ചിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ തോറ്റുകൊണ്ട് അതിലൊരു തുല്യത വന്നില്ലേ. 8 ജയം നമുക്ക്, 8 ജയം അവർക്ക്, 9 ഡ്രോ 25 മത്സരങ്ങളിൽ നിന്നും. നമ്മളെപ്പോഴും ഇക്വാളിറ്റിക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീം ഇന്ന് ആ ഒരു കാര്യത്തിൽ നമ്മളെ ഒരിക്കലും നമ്മളെ വിട്ടുകളഞ്ഞില്ല. നമ്മുടെ ആ ഒരു ആശയത്തിനെ അവർ മുന്നോട്ട് നിർത്തി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഇവിടെ ഒന്നും ഒതുങ്ങുന്നില്ല. നമ്മൾ പ്രീതം ഘോട്ടാലിന് ഒരു ക്ലീൻ ഷീറ്റ് കൊടുത്തു. അതൊരു വലിയ കാര്യമാണ്. ഈ സീസണിൽ പ്രീതം ഘോട്ടാലിന്റെ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് നമ്മൾ തന്നെയാണ് കൊടുത്തത്. നമ്മുടെ ഇവിടെ നിന്ന് പോയ ഒരാളാണ്. പുള്ളി അവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്കറിയാം. ആ ഒരു മനസ്സ് നമ്മൾ കാണിച്ചു. ശത്രുക്കളെ പോലും നമ്മൾ അങ്ങനെ കാണുന്ന ഒരു ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ പുള്ളിക്ക് ഒരു ക്ലീൻ ഷീറ്റ് കൊടുത്തു. പിന്നെ ഈ ചെന്നൈ കേരളം എന്നൊക്കെ പറഞ്ഞ അണ്ണൻ തമ്പി ബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് നമ്മൾ 100% നിറവേറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ കോപ്പിംഗ് മെക്കാനിസം ആണ് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പെർഫോമൻസിൽ ഇരുന്ന് അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന സാധനം ഭയങ്കര ക്രിട്ടിക്കലായിട്ട് എങ്ങനെയാണ് സംഭവങ്ങൾ ഭയങ്കര ഒബ്ജക്റ്റീവായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പക്ക ഡിപ്രഷൻ അടിച്ചു പോകും.
അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ന്യൂറോസിസിൽ നിന്നും സൈക്കോസിസിലേക്ക് കടന്നു പോകുന്ന പോലത്തെ കണ്ടന്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്നും ഇങ്ങനൊരു ആശ്വാസം കണ്ടെത്താനല്ലാതെ വേറെ ഒരു ഇൻസ്പിറേഷനോ വേറൊരു ഹോപ്പോ ഒന്നും എനിക്കിപ്പോൾ ഈ ടീമിലേക്ക് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാം, കാരണം എനിക്കും അതിൻ്റെ കുറച്ച് ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ചെന്നൈയിൻ്റെ ലൈനപ്പിലുള്ള പയ്യൻ കൊള്ളാം അല്ലേ, മഹേസൻ സിംഗ്. കഴിഞ്ഞ കളി ഒഡീഷയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ 1-2 പോസ്റ്റുകൾ കണ്ടിരുന്നു, ഈ പ്ലെയർ നല്ലോണം കളിച്ചു, നല്ല എക്സൈറ്റിംഗ് ടാലന്റ് ആണെന്നൊക്കെ. ഞാൻ ആ കളി കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒന്നും അറിയില്ലായിരുന്നു. ചെന്നൈനെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്റ്റ് വിൻ മാച്ചാണ്, നമ്മളെ സംബന്ധിച്ച് മസ്റ്റ് വിൻ ആയിരുന്നു, പക്ഷെ നമ്മൾ ജയിച്ചില്ല. എന്തായാലും അങ്ങനെ ഒരു മത്സരത്തിൽ ക്ലിഫോർഡ് മിറാൻഡ ഈ പയ്യനെ ട്രസ്റ്റ് ചെയ്യുന്നത് വലിയൊരു സംഭവമാണല്ലോ. കാരണം എവേ മത്സരം കൂടിയാണ്, ഇവിടെ വന്ന് എന്തായാലും അങ്ങനെ ഒരു സ്ട്രോങ് പെർഫോമൻസ് അവർക്ക് വേണം. ആൻഡ് ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും മഹേസൻ നല്ലോണം തന്നെ പെർഫോം ചെയ്തെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് ആ ഒരു റണ്ണൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ബോക്സിലേക്ക് കയറിയിട്ട് എനിക്ക് തോന്നുന്നത് അത് അർഷ് ഇവൻച്വലി സേവ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. എന്തോ ഡിഫ്ലക്ഷൻ എന്തോ തട്ടി അർഷ് സേവ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ആ ബോക്സിലേക്ക് മേക്ക് ചെയ്ത റണ്ണ് ഭയങ്കര ക്ലെവർ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ശരിക്കൊരു DM ആണ്, പക്ഷെ അങ്ങനെ ഒരു ബോക്സിലോട്ടൊക്കെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഒരു റൺ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവാണ്. ആ ഒരു ഇഞ്ചുറി, പക്ഷെ നമുക്കറിയാം ഇഞ്ചുറി സംഭവിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു, അതൊരു വലിയ ഇഞ്ചുറി ആയിരിക്കല്ലേ എന്നായിരിക്കും ചെന്നൈയിൻ ഹോപ്പ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഡൈനാമിക് പ്ലെയറിൻ്റെ ഒരു ആവശ്യം അവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ ഈ ഒരു ബെമ്മാമറും നാംതേയും നൊഗ്വേറയൊക്കെ കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ ഒരു നൊഗ്വേറ നമുക്കറിയാം കുറച്ചും കൂടെ ഒരു ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ കളിക്കുന്ന ഒരു പ്ലെയറാണ്, പക്ഷേ കുറച്ച് ഡയറക്റ്റ് ആയിട്ടൊരു ബോക്സ് ടു ബോക്സ് ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആരാണെന്നുള്ള, നാമത്തേക്ക് ശരിക്കും അത് പറ്റും, പക്ഷേ എന്തുകൊണ്ടോ ചിലപ്പോൾ മുംബൈ സിറ്റി മോഹൻ ബഗാൻ ആ 2 മത്സരങ്ങളാണ് ഞാൻ കണ്ടത്, ആ 2 ഒപ്പോണൻസിനെതിരെ അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നാമത്തേനെ കൊണ്ട് അത് പറ്റാണ്ടിരുന്നത്. പക്ഷെ എന്തായാലും ഈ മഹേസൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ആ മിഡ്ഫീൽഡിലോട്ട് വന്നിരിക്കുന്നത്. ആ ഒരു പരിക്കില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് അടുത്ത മത്സരത്തിൽ ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്തേനെ. കാരണം അവിടെ എന്തോ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറായിട്ട് ആ പ്ലെയർ നിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും കൂടുതൽ മിനിറ്റ്സ് കിട്ടട്ടെ, അതാണ് 10-20-21 വയസ്സെന്തേ ഉള്ളൂ, ഇന്ത്യ അണ്ടർ-20 കളിച്ചിട്ടുള്ള പ്ലെയറാണ്. കൂടുതൽ മിനിറ്റുകൾ കിട്ടട്ടെ എന്നാണ്. ഈ സീസണിൽ റെഗുലറായിട്ട് കളിക്കാൻ പറ്റിയ ചിലപ്പോൾ നമുക്ക് ഭാവിയിലേക്കുള്ള ഇന്ത്യക്കുള്ള ഒരു മെയിൻ ഒരു അടിപൊളി പ്ലെയറായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ആ പൊട്ടൻഷ്യൽ ഉണ്ട്. പഞ്ചാബിൻ്റെ അക്കാഡമിയിൽ നിന്ന് വന്നതാണ്, എനിക്കാണ് മിനർവേന്ന് പിന്നെ പഞ്ചാബിലോട്ട് അങ്ങനെ എന്തോ പ്രോഗ്രസ് ചെയ്ത് വന്നൊരു പ്ലെയറാണ്. തീർച്ചയായിട്ടും ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു മത്സരത്തിൽ ഒരിക്കലും ഒരു ആദ്യമായിട്ട് ISL സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ സീസണിൽ ആദ്യമായിട്ട് ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്ലെയറിൻ്റെ ആ ഒരു നെർവസ്നെസ്സോ അല്ലെങ്കിൽ ആ ചിലപ്പം നമുക്കറിയാം ചില യങ് പ്ലേയേഴ്സ് ആദ്യമായിട്ട് കളിക്കുമ്പോൾ സീനിയർ ലെവലിൽ അവർ ഭയങ്കര ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ലൈക്ക് അവർ കളിക്കുമ്പോഴത്തേക്കും അതൊരു യൂത്ത് ലെവലിൽ നിന്ന് അങ്ങനെ ഒരു പ്രോഗ്രഷൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ മഹേസനിൽ നിന്ന് നമ്മളത് കണ്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഇഞ്ചുറി വന്നില്ലായിരുന്നെങ്കിൽ ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഒരു 70-80 മിനിറ്റ് എന്തായാലും കളിച്ചാനെ. അമ്മാതിരി ഒരു കംഫർട്ടബിൾ ആയിരുന്നു. ബിക്കോസ് നമ്മുടെ മിഡ്ഫീൽഡിൽ നിന്നാണെങ്കിലും വലിയ പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കതറിയാം. അവർ ഭയങ്കര ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തു. ആൻഡ് അതിൽ മഹേസൻ എന്തായാലും ആ ഒരു ക്വാളിറ്റി പുറത്തെടുത്തു എന്നുള്ളതാണ്. ഇഞ്ചുറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും ബികാഷിന് പറ്റിയ ആ ഒരു ഇഞ്ചുറിയും അതിൻ്റെ ഒരു കോൺസിക്വൻസിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം അടുത്ത മത്സരം നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. ആൻഡ് ഈസ്റ്റ് ബംഗാൾ അവരുടെ ആ ഒരു നമ്പർ 9 എസജാരിനെ ഫീഡ് ചെയ്യാൻ 2 വിങ്ങിൽ നിന്നും ക്രോസുകളും എല്ലാ ബോളുകളും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ടീമാണ്. നമ്മുടെ ഒരു ഡിഫെൻസീവ് ലൈനിൽ ആകെക്കൂടെ ഏരിയയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കുന്ന ഒരേ ഒരു ഡിഫൻഡർ ബികാഷാണ്. ഒമർ ബായും വലിയ സീനില്ലായിരുന്നു, പക്ഷെ നമുക്കറിയാം ഒമർ ബായ് ഇപ്പോൾ ക്ലബ്ബ് വിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു ഡിഫൻഡർ വന്നിട്ടുണ്ട്, ഫാലു എൻജായ്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ ആക്ച്വലി ആ പ്ലെയറിനെ കുറിച്ച് ഒന്നും അന്വേഷിച്ചിട്ടില്ല. എനിക്ക് ഏത് ക്ലബ്ബിലാണ് കളിച്ചിരുന്നത്, ഏത് ലീഗിലാണ് കളിച്ചിരുന്നത്, ഏത് ലെവലിലാണ് കളിച്ചിരുന്നത് എന്നൊക്കെ അറിയാം. പക്ഷെ അതല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ചെയ്യാനൊന്നും പോയില്ല. കാരണം പെർഫോമൻസ് കണ്ടിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. പെർഫോമൻസ് കണ്ടിട്ട് വിലയിരുത്താം. നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ പുകഞ്ഞ് ആലോചിച്ച് ആ പ്ലെയറിനെ കൊണ്ട് ഈ കാര്യം അവിടെ കളിച്ച കാര്യം ഇവിടെ കാര്യമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സീസൺ. അതിനുള്ളൊരു മൂഡും ഇല്ല സത്യം പറഞ്ഞാൽ. എന്തെങ്കിലും വരട്ടെ, അടുത്ത മത്സരം കളിക്കുകയാണെങ്കിൽ മിക്കവാറും അടുത്ത മത്സരം സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പം ബികാഷിന് ഇഞ്ചുറിയും കൂടെ വന്ന സ്ഥിതിക്ക് മിക്കവാറും ഈസ്റ്റ് ബംഗാളായിട്ട് തന്നെയായിരിക്കും ആ ഒരു ഡെബ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഡെബ്യൂ നടത്താൻ പറ്റിയ ഒരു ഫിക്സ്ചറാണ്. എവേ ഫ്രം ഹോം ഈസ്റ്റ് ബംഗാൾ ഇത്രയും അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ളൊരു ടീമിനെതിരെ എന്തായാലും അതൊരു അഗ്നിപരീക്ഷ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പം എങ്ങനെ നമ്മൾ ആ ഒരു ത്രെട്ടിനെ ഡീൽ ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം വീണ്ടും തലവേദനയാണ്. ബിക്കോസ് ഒരു പ്ലെയറും ആദ്യം തന്നെ വരുമ്പോൾ ഒരു മെയിൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ
വളരെ കുറവ് തന്നെയാണ് അല്ലേ. ഈ ഒരു മത്സരത്തിന്റെ പ്രഷർ ആക്ച്വലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഈസ്റ്റ് ബംഗാൾ നമുക്കറിയാം, ഒരു തോൽവിയും അതിനുശേഷം ഒരു ഡ്രോയും. അപ്പോൾ അവർക്കൊരു ജയം ഭയങ്കര അനിവാര്യമാണ്. കാരണം മോഹൻ ബഗാൻ ആയാലും ജംഷഡ്പൂർ ആയാലും ആ രണ്ട് ടീമിനെയും ക്യാച്ച് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലാണല്ലോ അവർ. അപ്പോൾ അവർക്ക് എന്തായാലും അവർ ഈ മത്സരത്തിന് അപ്രോച്ച് ചെയ്യുന്ന എന്തായാലും 3 പോയിന്റ് എടുക്കണം. അതുകൊണ്ട് തന്നെ എന്തായാലും ആ മത്സരത്തിൽ നമുക്ക് വീണ്ടും ഒരു ചാലഞ്ചാണ്, ഒരു വലിയ ചാലഞ്ചാണ്. ആ ചാലഞ്ചിനോട് എൻജോയ്ക്കും കൂടെ കളിക്കുന്ന ആരായാലും ഹോർമിപ്പാം തന്നെ ആയിരിക്കും. ഹോർമിപ്പാമിന് ഉയരാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ആ രണ്ട് പ്ലെയേഴ്സും ആദ്യമായിട്ടായിരിക്കും ഒരുമിച്ച് കളിക്കുന്നത്. ആ ഒരു പാർട്ട്ണർഷിപ്പ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്കറിയില്ല. മൊത്തത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളാണല്ലോ എന്നുള്ളൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഒരു കാര്യം ബെറ്റർ ആവുമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ ഒരു അടി കിട്ടും, പിന്നെ ഒരു അടി കിട്ടും. ഇപ്പോൾ ബികാഷ് വന്നു, ഇഞ്ചുറി ആയി. ഇതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ കളിയിൽ ബികാഷ് നമ്മൾ ലൈനപ്പിൽ ഇറക്കിയില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് ഇങ്ങനെ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. ഇതാണ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് നോക്കാം. ഈ പ്രതീക്ഷകളെ കുറിച്ച് സംസാരിക്കുമ്പോണ്ടല്ലോ, ഞാനും മാനേജ്മെന്റും ഇപ്പോൾ ഒരേ ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ രണ്ടുപേരും ചിന്താഗതി ഒരേ ഒരു കറക്റ്റ് പാത്തിലായി എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം അവരും അവരുടെ ഒരു മെസ്സേജിൽ അവർ പുറത്തുവിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു നോർമൽ സീസൺ അല്ല, ഈ സീസണിൽ സർവൈവൽ മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ, എങ്ങനെയെങ്കിലും റെലഗേറ്റ് ആവാണ്ടിരിക്കുക. ഞാനും ആക്ച്വലി ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു മത്സരത്തിലും എനിക്ക് ഒരു പ്രതീക്ഷയില്ല, സത്യം പറയാലോ. ആകെക്കൂടെ ഇനി എനിക്ക് അറിയേണ്ട ഈ സീസണിൽ ഒരു കാര്യമേ ഉള്ളൂ, സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ആയിട്ടും മുഹമ്മദനായിട്ടും നമ്മൾ കളിക്കും. ആ രണ്ട് മത്സരങ്ങളിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് മാത്രം എനിക്കിനി അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും നമ്മൾ റെലഗേറ്റ് ആവോ ഇല്ലയോ എന്ന്. അല്ലാണ്ട് നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല. നമ്മളൊരു ടോപ്പ് 6 പുഷ് ചെയ്യാൻ പോകുന്നില്ല. ഈവൻ നമ്മൾ ടോപ്പ് 10 പോലും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു പെർഫോമൻസ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നില്ല. നമ്മുടെ കോച്ചിനറിയാം ഇതാണ് റിയാലിറ്റി എന്ന്. പുള്ളി ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മാനേജ്മെൻറ്റും പബ്ലിക്കായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഒരു റെസ്പോൺസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അല്ലാണ്ട് അവർ ഇൻഫോർമലായിട്ട് അതൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാണ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മത്സരത്തിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും തീർന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, ലൈക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് എനിക്കറിയാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം കളി തോക്കുന്നതും കളി മോശമായിട്ട് കളിക്കുന്നതും ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ഇത് ഒരുപാട് അനുഭവിച്ചാണ്, നിങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരിക്കലും ഒരു സുഖമുള്ള ഏർപ്പാടല്ല 90 മിനിറ്റ് കളിയിരുന്ന് കണ്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇൻസ്പിറേഷനും കിട്ടാതെ അല്ലെങ്കിൽ ഒരു ഹോപ്പും ഇല്ലാണ്ട് മത്സരങ്ങൾ തോക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും നല്ല പരിപാടിയല്ല. നമ്മുടെ ബാക്കിയുള്ള ജീവിതത്തിലെ ബാക്കിയുള്ള പല കാര്യങ്ങളിലേക്കും ഇത് കയറി വരാനുള്ള, കാരണം നമ്മൾ ഫുട്ബോളിനെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയാണ്. എന്ത് കോൺവെർസേഷനിലും എല്ലാത്തിനും ഫുട്ബോൾ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു ഫോമിലൂടെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലബ്ബ് കടന്നു പോകുമ്പോൾ അതൊരു ഡിഫിക്കൽട്ട് സമയം തന്നെയാണ്. അപ്പം ഇങ്ങനെ വന്നിരുന്ന് പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നിങ്ങൾ കുറച്ചൊന്ന് ലൈറ്റ് ഹാർട്ടഡ് ആവാൻ ശ്രമിക്കുക. ഒരുപാട് ടെൻഷനൊന്നും എടുത്തിട്ട് കാര്യമില്ല. ഈ സീസണിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ലാണ്ട് ഇവിടെ വന്നിരുന്ന് ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ എനിക്ക് ഒന്ന് പറയാം, മറ്റേ മത്സരത്തിൽ ഈ ഒരു ഷോട്ട് കയറിയിരുന്നെങ്കിൽ എന്തായനെ, ഈ മത്സരത്തിൽ നമ്മുടെ അച്ഛൻ്റെ ഹെഡർ കൺവേർട്ട് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിഹാൽ ആ ബോൾ ഡൈവ് ചെയ്തപ്പോൾ അത് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ കളി മാറിയേനെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡ്രോ പിടിച്ചേനെ, അല്ലെങ്കിൽ എബിൻ്റെ ഒരു പാസ് വന്നത് കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ കളി ജയിച്ചേനെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ജയിച്ചേനെ കളിച്ചേനെ എന്നൊക്കെ വന്ന് പറഞ്ഞ് കുറേ ഇഫ് ആൻഡ് ബട്ട്സ് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കാം. പക്ഷെ അതൊന്നും പോവില്ല. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും റിയാലിറ്റി അറിയാം. ആരും മണ്ടന്മാരൊന്നും അല്ലല്ലോ. കളി കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ടീം എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഓവറോൾ ഫാക്ടറുകൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സിറ്റുവേഷനിൽ എത്തുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ടീമിന് പെർഫോം ചെയ്യാൻ പറ്റാത്തത് ബാക്കിയുള്ള ടീമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ആസ് എ ജനറൽ ഫാൻ, ജനറൽ ഓഡിയൻസ് എന്ന രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. അതിപ്പോൾ ഞാൻ പറയണത് തന്നെ കേൾക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കളികൾ കാണുക, കളിയെക്കുറിച്ച് വായിക്കുക, വേറെ ടീമുകൾ എന്താണ് ചെയ്യുന്നതെന്ന് നോട്ടീസ് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്കൊരു പിക്ചർ കിട്ടും. എന്താണ് ഇവിടെ പ്രശ്നം, എന്തൊക്കെയാണ് പ്രോബ്ലങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു അക്കൗണ്ടബിലിറ്റി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ എഴുതി തള്ളേണ്ട ഒരു അവസ്ഥയായി കഴിഞ്ഞു. അതിലും ഇനിയിപ്പം എനിക്ക് തോന്നുന്നില്ല അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാൾ പിന്നെ പഞ്ചാബ്, ഈ 2 മത്സരങ്ങൾ നമ്മൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പം തന്നെ നമ്മൾ 6 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റു കഴിഞ്ഞു. എനിക്ക് വേണം അടുപ്പിച്ച് 6 മത്സരങ്ങൾ ആദ്യത്തെ തോക്കുന്നത്
അവസാനമായിട്ട് എപ്പോഴും കിബുവിൻ്റെ സീസണിൽ എന്തോ ഇങ്ങനെ ഒരു റൺ ഉണ്ടായിരുന്നില്ല, അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് ഞാനതൊന്നും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഇതാണ് ഇപ്പോൾ ഈ സീസണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ സീസൺ എങ്ങോട്ട് പോകുന്നു, എങ്ങനെ അവസാനിക്കുന്നു എന്നൊക്കെ ഒരു ക്ലിയർ പിക്ചർ ഇപ്പോൾ എനിക്ക് കിട്ടിത്തുടങ്ങി. ഫുട്ബോൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ നമ്മൾ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒരു മത്സരമുണ്ട്, അതിൻ്റെ റിസൾട്ട് ഇപ്പോഴേ നിങ്ങൾക്കും എനിക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു ധാരണയുണ്ട് ഇല്ലേ? സത്യം പറ. ആൻഡ് ഫൈനലി എനിക്ക് ഡേവിഡ് കാറ്റ്ലയോട് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, എബിൻ ദാസിന് മാക്സിമം മിനിറ്റ്സ് കൊടുക്കുക, റെഗുലറായിട്ട് കളിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നും ചെന്നൈയിൻ എഫ് സിക്കെതിരെ ആ മത്സരത്തിൽ എബിൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാനായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സീസണിലെ ആദ്യ മത്സരത്തിൽ എബിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. മോഹൻ ബഗാനായിട്ടായിരുന്നു ആ ഒരു മാച്ച്, ഡിഫിക്കൽട്ടായിട്ടുള്ള മത്സരം. ഫസ്റ്റ് ISL സ്റ്റാർട്ട് എബിൻ്റെ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായില്ല, ഫസ്റ്റ് ഹാഫിൽ വിഡ്രോ ചെയ്യേണ്ടി വന്നു. ആ ഒരു സമയത്ത് പലരും ഇപ്പം നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എന്തിനാണ് എബിൻ ദാസിനെ സ്റ്റാർട്ട് ചെയ്തത്, എന്തിനാണ് ആ പ്ലെയറിനെ ട്രസ്റ്റ് ചെയ്തത് ഈ മത്സരത്തിൽ നിന്നൊക്കെ. ശരിക്കും അത് വലിയൊരു സൈനായിരുന്നു കാറ്റലയുടെ. ഈ പ്ലെയർ ശരിക്കും ട്രെയിനിങ്ങിൽ എന്തോ ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റ് ടീം ബാക്കിയുള്ള പ്ലെയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലൈനപ്പിൽ ഒരു സ്റ്റാർട്ടിംഗ് 11 ഒരു സ്ഥാനം അർഹിച്ചിരുന്നു എന്നുള്ളൊരു സിഗ്നലായിരുന്നു. പിന്നീടുള്ള ഓരോ മത്സരങ്ങളിലും നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ടുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇന്നും ആക്ച്വലി എബിൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എബിൻ എത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കോർണർ ഉണ്ടായിരുന്നു, കറക്റ്റ് ഒരു നല്ല ഡെലിവറി, സെറ്റ് പീസ് അച്ഛലിന് ഹെഡർ കൺവേർട്ട് ചെയ്യാനായില്ല. പിന്നെ സെറ്റ് പീസിലെ പൊതുവെയുള്ള ഡെലിവറി എല്ലാം നല്ലതായിരുന്നു കേട്ടോ, എന്നെപ്പിൻ്റെ എല്ലാ കറക്റ്റ് സാധനമായിരുന്നു. അതുപോലെ തന്നെ കെവിൻ യോക്കിന് മോളിൽ കൂടെ ഒരു പാസ് ഇട്ട് കൊടുത്തായിരുന്നു. യോക്ക് എന്നിട്ട് കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു ക്രോസ് ചെയ്ത് ആ നിഹാൽ ഹെഡർ ചെയ്യാൻ ശ്രമിച്ച ആ ഒരു ചാൻസാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബോൾ മിഡ്ഫീൽഡിൽ നിന്ന് കളിച്ചാണ്ടോ, ആ ഒറ്റ ബോൾ കളിച്ചതുകൊണ്ട് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായി. അവിടെ ഒരു കറക്റ്റ് നിഹാൽ കുറച്ചും കൂടെ നേരത്തെ അവിടെ എത്തിയിരുന്നെങ്കിൽ അത് അടിച്ച് അകത്തിടായിരുന്നു, പക്ഷെ അതെത്തിയില്ല, കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു മെയിൻ പോയിന്റ്. പക്ഷെ എന്നാലും എബിൻ ആ മിഡ്ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഞാൻ പറയാണ്, മാർലൺ റൂസ് ട്രൂയിലോ ഇവിടെ ഉണ്ടാക്കിയേക്കുന്ന ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ ആ പയ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് മിനിറ്റ്സ് കൊടുക്കുക, എന്തെങ്കിലും ആവട്ടെ. ലൈക്ക് നമ്മൾ ഈ സീസണിൽ ഇനി എന്ത് അച്ചീവ് ചെയ്യാനാണ്, എന്തെങ്കിലും അച്ചീവ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഓബ്വിയസ്ലി റെലഗേഷൻ ബാറ്റിലാണ്, എപ്പോഴും അത് നമ്മൾ ഓർമ്മയുണ്ട് നമുക്ക്. പക്ഷെ എന്നാലും ഇപ്പോഴും മുഹമ്മദിനെയും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെയും അതിലൊരു ടീമിനെ നമുക്ക് വെട്ടിച്ചാൽ മതി, മനസ്സിലായില്ലേ? ഇവൻ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിനേക്കാളും നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയില്ലേ, മുഹമ്മദിനെങ്കിലും നമ്മൾ തോൽപ്പിച്ചാൽ മതി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു മത്സരമെങ്കിലും തോൽപ്പിക്കാനുള്ള ഒരു എബിലിറ്റി നമ്മുടെ ടീമിലുണ്ടെന്ന് ഇപ്പോഴും ഞാൻ ചെറുതായിട്ടൊന്ന് വിശ്വസിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് അടി പതറില്ല എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും എല്ലാവരുടെ ഉള്ളിലുണ്ട്, ആരും അത് പുറത്ത് പറഞ്ഞില്ലെങ്കിലും. ആ ഒരു സ്ഥിതിക്ക് നമ്മുടെ ഒരു ഹോം ഗ്രൗണ്ട് ടാലൻ്റ് ആയിട്ടുള്ള ഈ പ്ലെയറിന് മാക്സിമം ഇത് കൊടുക്കുക. അല്ലാണ്ട് പിന്നെ ആരവിടെ കളിക്കണം? ലൈക്ക് അവിടെ വേറെ ആരാണ് എന്തെങ്കിലും ഇമ്പാക്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ? നമ്മുടെ ടീമിൽ ഈ സീസണിൽ വേറെ ഒരു പ്ലെയറും ഇത്ര ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വിബിൻ കളിച്ചു, ആ ഇമ്പാക്റ്റ് വന്നിട്ടില്ല. മറ്റേസ് ഇന്ന് കളിച്ചു, ആക്ച്വലി കുറച്ച് ബോൾസ് ഒക്കെ സപ്ലൈ ചെയ്തിരുന്നു, പക്ഷെ ഒരിക്കലും എബിൻ കളിക്കുന്ന പോലെ ആ മുമ്പിൽ കയറി ആ ഒരു ക്രിയേറ്റീവ് സംഭവമില്ല, ഒരു ത്രൂ ബോൾ കളിക്കാൻ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരാനുള്ള ഒരു ഇതില്ല. മറ്റേസ് കുറച്ചും കൂടെ ഒരു ഹോൾഡിംഗ് ആയിട്ടുള്ള പ്ലെയറാണ്. റൗളിൻ എനിക്ക് തോന്നുന്ന പരിക്കൊക്കെ കിട്ടി സൈഡായിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പം എങ്ങനെയാണ് തിരിച്ചു വരുമോ എന്നൊന്നും അറിയില്ല. കുറച്ചൊരു മത്സരങ്ങൾ എന്തായാലും പുറത്തിരിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഫ്രെഡി ഇന്ന് ബെഞ്ചിലുണ്ടായിരുന്നു തോന്നുന്നു, ലൈനപ്പിന്റെ 7 അയലൊക്കത്ത് എത്താൻ പറ്റുന്നില്ല. അവിടെ എബിൻ തന്നെ കളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡാണ് അവരുടെ. റാഷിദ് ഉണ്ട്, മിഗേൽ ഫിഗേറ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു മത്സരത്തിൽ എബിനെ പരീക്ഷിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കളിപ്പിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഈസ്റ്റ് ബംഗാളിനെ ഇപ്പം നമ്മൾ എബിനെ ആ ലൈനപ്പിൽ നിന്ന് മാറ്റിയോണ്ട് മാത്രം നമ്മൾ ഈസ്റ്റ് ബംഗാളായിട്ട് ജയിക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല. അതാണ് അവിടുത്തെ റിയാലിറ്റി. എന്തുകൊണ്ട് ഈ പ്ലെയറിന് കളിച്ചുകൂടാ? ആ ഒരു ബിഗ് ഗെയിം എക്സ്പീരിയൻസ് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ ഒരു പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആകെക്കൂടെ ഒരു സന്തോഷം തോന്നിയത് ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ മാത്രമാണ്. തീർച്ചയായിട്ടും പോസിറ്റീവാണ്. അപ്പം എന്തായാലും റെഗുലറായിട്ട് മിനിറ്റ്സ് കൊടുക്കുക, അതാണ് ഒരേ ഒരു റിക്വസ്റ്റ് കാറ്റലയോടുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അങ്ങനെ വീണ്ടും ഒരു മത്സരം അവസാനിച്ചിരിക്കുകയാണ്, വീണ്ടും ഒരു തോൽവി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായങ്ങൾ ഇതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനെക്കുറിച്ച് പറയാൻ. ഞാൻ വീണ്ടും തന്നെയാണ് എടുത്തു പറയുന്നതെന്ന് എനിക്കറിയാം, ബിക്കോസ് പ്രോപ്പർ ബ്രെയിൻ ഡെഡ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ മത്സരത്തിന് ശേഷം ഇന്ത്യയുടെ മത്സരം അതിന് മുമ്പ് കണ്ടു, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 11-0 നമ്മൾ തോറ്റതിനെക്കുറിച്ച്.
അറ്റ്ലീസ്റ്റ് ആ ഒരു തോൽവിയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനിക്ക് കാണാനായി. പക്ഷെ ഈ ഒരു തോൽവി 1-0 തോറ്റിട്ടും ഒരു പോസിറ്റീവ് എനിക്ക് കാണാൻ ആകെ കൂടെ ഒരു പോസിറ്റീവ് പറഞ്ഞ പോലെ എബിൻ മാത്രമാണ്. വേറെ ഒന്നും എനിക്ക് ഒരു ഇൻസ്പിറേഷനോ ഒന്നും ഈ ടീമിൽ നിന്ന് കിട്ടുന്നില്ല. എന്തായാലും നോക്കാം, അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ബാക്കിയുള്ള ISL മത്സരങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പം see you in another video. Take care. Bye for now.